ആദ്യം നമ്മൾ പോകുന്നത് രാജ്യതലസ്ഥാനത്തേക്കാണ്. പാർലമെന്റിൽ വളരെ സുപ്രധാനമായ ബില്ലിന്മേലുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിക്കുന്നു. സമയം 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും എന്താണിപ്പോൾ സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് വളരെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വനിതാ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച 11 മണിക്ക് ആരംഭിച്ചാൽ വൈകിട്ട് 4 മണിക്ക് വോട്ടെടുപ്പാണ്. 2/3 ഭൂരിപക്ഷമുണ്ടെങ്കിലാണ് ബില്ല് പാസ്സാകുക. NDA സംബന്ധിച്ചിടത്തോളം ഈ ബില്ല് പാസ്സാക്കണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളിലെ ചില കക്ഷികളുടെയെങ്കിലും പിന്തുണ കൂടി അനിവാര്യമാണ്. അതിനാൽ 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ പ്രതിപക്ഷത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്ന നിലപാട് എന്താകും എന്നത് ഈ ബില്ലിന്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമാകും. ദിലീപാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ദിലീപ്, ഇപ്പോൾ ലോക്സഭയിൽ എന്താണ് നടക്കുന്നത്? സമയം 11 മണി കഴിഞ്ഞിരിക്കുന്നു. ചർച്ച ആരംഭിച്ചിട്ടുണ്ടോ? വൈകിട്ട് വോട്ടെടുപ്പ് നടക്കുന്ന വേളയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഈ ബില്ലിനെ എതിർക്കുന്നുണ്ട്. ഒരുപക്ഷെ മറ്റ് പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ഇന്ത്യ സഖ്യത്തിൽ ഇല്ലാതെ നിൽക്കുന്ന മറ്റേതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഈ ബില്ല് പാസ്സാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണോ ദേശീയ ജനാധിപത്യ സഖ്യത്തിനുള്ളത്? ഏതും അല്പസമയത്തിനകം തന്നെ ലോക്സഭ വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം രാത്രി 1 മണി വരെയാണ് വാദപ്രതിവാദങ്ങൾ ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാരും അതോടൊപ്പം ഭരണപക്ഷവും പ്രതിപക്ഷവും അവരുടേതായ അഭിപ്രായങ്ങൾ പറയുകയും വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ ആരോപണത്തിനും പ്രതിപക്ഷം ഉന്നയിച്ച ഓരോ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ മറുപടി നൽകി. ഇന്നത്തെ ദിവസം ഏറ്റവും സുപ്രധാനപ്പെട്ട ദിവസമാണ്. പ്രത്യേകിച്ച് ഇന്നാണ് വോട്ടെടുപ്പ്. വൈകുന്നേരം 4 മണിക്കാണ് വോട്ടെടുപ്പ് നടക്കുക. നിലവിലിപ്പോൾ ഏകദേശം 13 മണിക്കൂറോളം ഈ വാദപ്രതിവാദങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി ഏകദേശം 5 മണി വൈകിട്ട് ഉച്ചയ്ക്ക് 1 മണിയോടെ വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ 1 മണി അല്ലെങ്കിൽ 2 മണിയോടെ വാദപ്രതിവാദങ്ങൾ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4 മണിക്കാണ് വോട്ടെടുപ്പ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നിയമം അല്ലെങ്കിൽ ഈ ബില്ല് പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഘടകകക്ഷികൾ പ്രതിപക്ഷ ഘടക പാർട്ടികൾ BJPക്ക് അല്ലെങ്കിൽ NDA സഖ്യത്തിന് വോട്ട് ചെയ്താൽ മാത്രമേ ഈ ബില്ല് പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാർ ഉറ്റുനോക്കുന്നത്. പ്രധാനമന്ത്രിയും അമിത്ഷായും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് വനിതാ സംവരണ ബില്ലാണ്. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റിൽ നേരിയ തോതിൽ പോലും ഇടിവ് സംഭവിക്കില്ല, വർധനവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഘടകകക്ഷികൾ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാർട്ടികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് വോട്ടെടുപ്പ്. ഗൗതം.